ക്രൗഡ് അക്കൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് മിസ്റ്റേക്സ്, അതായത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ വരുന്ന അല്ലെങ്കിൽ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ എങ്ങനെ ശ്രദ്ധിക്കാം അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് സാധാരണക്കാരനെ അല്ലെങ്കിൽ സാധാരണ ജോലിക്ക് പോകുന്ന ആൾക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത്, SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന മിസ്റ്റേക്ക് നമ്മൾ അധികം റിസർച്ച് ചെയ്യാതെ, അധികം സ്റ്റഡി ചെയ്യാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റഡി ചെയ്ത് മാത്രം വലിയ എമൗണ്ട് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ റിസർച്ച് അതായത് മുന്നുണ്ടായ അതിൻ്റെ ഗ്രോത്ത് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്ന ഇൻസഫിഷ്യൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല പോർട്ട്ഫോളിയോയിലായിട്ട് ഇടണം, പല ഫണ്ടിലായിട്ട് വേണം ഇടാനായിട്ട്. ഒരു അസറ്റിലോ അല്ലെങ്കിൽ ഒരു സെക്ടറിലോ മാത്രമായിട്ട് ഇടരുത്, പല മ്യൂച്വൽ ഫണ്ട് അസറ്റ്സിൽ വേണം ഇടാനായിട്ട്. അതേപോലെ ഇമോഷണൽ ഡെസിഷൻസ്, അതായത് നമ്മൾ പെട്ടെന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ആ ഒരു ഗ്രീഡ് അല്ലെങ്കിൽ ആർത്തി കൊണ്ടോ ഒക്കെ നമ്മൾ നമ്മുടെ ഇമോഷനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നോട്ട് ഹാവിങ് ലോങ് ടേം, അതായത് നമ്മൾ ലോങ് ടേമിലേക്ക് ആവും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ നമ്മൾ പെട്ടെന്ന് മണി വിഡ്രോ ചെയ്യുക, അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഈ പറയുന്ന പോലെ അത് വളരെ നമ്മുടെ ഗ്രോത്ത് വരാൻ വളരെ സാധ്യത കുറവാണ്. കാരണം മിനിമം നമ്മളൊരു 5 വർഷത്തിന് മുകളിലെങ്കിലും എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നോട്ട് മോണിറ്ററിങ് ആൻഡ് റിബാലൻസിങ്, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഒരു പോർട്ട്ഫോളിയോ വാച്ച് ചെയ്ത് എങ്ങനെയാണ് അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് പോകുന്നത് നോക്കി അതിനെ ബാലൻസ് ചെയ്യുക, റീബാലൻസ് ചെയ്യുക വെച്ചാൽ അതിലേക്ക് നഷ്ടം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് മാറ്റി വേറാക്കി, അങ്ങനെ നമ്മളതിനെ പീരിയോഡിക്കലി നമ്മളതിനെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. അതേപോലെ തന്നെ ഹൈ എക്സ്പെൻസ് റേഷ്യോ, നമുക്കറിയാം ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് വരും. ഇപ്പോൾ മാനേജ്മെൻറ്റ് ഫീ, എക്സിറ്റ് ലോഡ്, എൻട്രി അങ്ങനെ കുറേ പറഞ്ഞിട്ട് ചാർജസ് വരും. അപ്പോൾ ഈ ചാർജസ് ഒക്കെ ശ്രദ്ധിച്ച് ഏറ്റവും കുറവ് ചാർജുകൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതിനും നമ്മളൊരു തറോ സ്റ്റഡി നടത്തന്നെ വേണം. റോങ് ടൈമിങ്, അതായത് ആ ഒരു വേരിയേഷൻസും ഇതെല്ലാം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം മാർക്കറ്റിലെ വേരിയേഷൻസ് അനുസരിച്ച് മ്യൂച്വൽ ഫണ്ടിന് വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കി കറക്റ്റ് ടൈമിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ വരുന്നതാണ് ടാക്സ് ഇംപ്ലിക്കേഷൻ. നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ടാക്സിന് ബെനിഫിറ്റ് കിട്ടും, അതേപോലെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്. അതേപോലെ ഓവർ ഇൻവെസ്റ്റിംഗ് ഇൻ സിംഗിൾ സെക്ടർ, ഒരു സിംഗിൾ സെക്ടറിൽ മാത്രമായിട്ട് ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ പറഞ്ഞ പോലെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ വേറൊരു ടൈപ്പാണ്. ഒരു സെക്ടർ മാത്രം യൂസ് ചെയ്യാതെ പല അസറ്റ് ക്ലാസിഫിക്കേഷനും കൂടി ചെക്ക് ചെയ്യുക. അതേപോലെ നോട്ട് ഫൈൻ, അതായത് നമുക്കൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രിന്റ് കിട്ടും, അത് ഫുള്ളി നിങ്ങൾ വാച്ച് ചെയ്ത് കണ്ടീഷൻസ് ഇതെല്ലാം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോമൺലി വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? കറക്റ്റായിട്ട് റിസർച്ച് എഡ്യൂക്കേറ്റ്, നമ്മൾ തന്നെ നമ്മുടെ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫണ്ടിനെ പറ്റി അല്ലെങ്കിൽ ഏത് സെക്ടറിലാണോ എല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നന്നായി എഡ്യൂക്കേറ്റ് ആവാം. അതേപോലെ ഫിനാൻഷ്യൽ ഗോൾ, റിസ്ക് ടോളറൻസ്, അതായത് നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുകയാണെങ്കിലും അതൊരു ഫിനാൻഷ്യൽ ഗോളും അതേപോലെ അതിന് എത്ര റിസ്ക് വരും ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ ഡൈവേഴ്സിഫൈ യുവർ പോർട്ട്ഫോളിയോ, അതെല്ലാവരും പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടാനും ലോസ് പരമാവധി കുറയ്ക്കാനും പറ്റിയ ഏറ്റവും മാർഗ്ഗമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഫോർ ലോങ് ടേം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ആയാലും മ്യൂച്വൽ ഫണ്ടിലെ SIP ലംസം ആയാലും എപ്പോഴും നല്ല റിട്ടേൺ കാലം ഒരു 5 വർഷത്തിന് 10 വർഷത്തിന് മേലെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ റെഗുലർലി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഈ ഒരു പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്ത് അത് ബാലൻസ് ചെയ്ത് അത് കറക്റ്റ് അല്ലേ അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ ലോ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവുള്ള ഫണ്ടുകൾ സെലക്ട് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതെല്ലാം നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂസ് ആണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങളൊരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് കൺസൾട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റെഫറൻസും അതുപോലെ തന്നെ എക്സ്പെർട്ട് അഡ്വൈസസും കിട്ടും നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മാത്രം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മൾ എല്ലാ വർഷത്തിലും പറയുന്ന പോലെ മാർക്കറ്റിൽ ലാഭനഷ്ടങ്ങളും ഇതെല്ലാം ഈ മ്യൂച്വൽ ഫണ്ടിനെ ബാധിക്കുന്നതാണ്. അതേപോലെ നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി അതിൽ എന്തൊക്കെ വരുന്ന കോമൺ മിസ്റ്റേക്കിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെയുള്ള ടാക്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.